ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരു പൗച്ചാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇത് നേരെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കണം കേട്ടോ. ഇങ്ങനെ മടക്കുക. ഫുള്ളായിട്ട് മടക്കണ്ട, കുറച്ച് ആവശ്യം അത്ര സ്പേസ് വേണമെന്ന് വെച്ചാൽ അത്ര ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പം ഞാനിവിടെ ഓൾമോസ്റ്റ് ഇത്രയൊക്കെ മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കിയില്ല, എന്നാൽ ഓൾമോസ്റ്റ് ഒരു വെച്ച് നോക്കുകയാണ് കേട്ടോ. വെച്ച് നോക്കി നമ്മൾ മടക്കുക. അപ്പം നമ്മളിവിടെ നല്ലപോലെ മടക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് സൈഡും നല്ലപോലെ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ രണ്ട് സൈഡും ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, രണ്ട് സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ അടയ്ക്കുന്ന സാധനമില്ലേ, അത് നമ്മൾ ഇവിടെ നിന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തുറന്ന് ഇതൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റും. നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ തന്നെ ഈ സൈഡും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, രണ്ട് സൈഡും ഇങ്ങനെ ആയി. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഈ സൈഡൊക്കെ ഇല്ലേ, ഈ സൈഡൊന്ന് വാഷി ടേപ്പ് വെച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വാഷി ടേപ്പ്, ഈ ഒരു വാഷി ടേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു കളറ് പർപ്പിൾ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാഷി ടേപ്പ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ വാഷി ടേപ്പ് ആണ് ഞാൻ ഉപയോഗിച്ചത്. ഈ കളർ ഡാർക്ക് പർപ്പിൾ. അപ്പം ഞാനിവിടെ എല്ലാ സൈഡിലും ഞാൻ ഒട്ടിച്ച് ഇതാണ്. ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇവിടെ അടയ്ക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയും പിന്നെ ബാക്കി 2 സ്ഥലത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മുടെ ഇത് റെഡിയായി. ഇപ്പം നമ്മൾ ഇത് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കാൻ വേണ്ടി ഞാൻ വെൽക്രോ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് വെൽക്രോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് ഒട്ടിക്കാം. ഗ്ലൂ വെച്ചൊന്ന് ഒട്ടിക്കാം. പോലെ പശ വയ്ക്കാം. പശ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണേ. നമ്മൾ മറ്റേ വെൽക്രോ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട് ഒട്ടിയില്ല. അതുകൊണ്ട് ക്ലിയർ ഡബിൾ സൈഡഡ് ടേപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലിയർ ഡബിൾ സൈഡഡ് ടേപ്പ് എടുത്ത് ഇപ്പോൾ നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ക്ലിയർ ഡബിൾ സൈഡഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഒട്ടിക്കാം. നമ്മളത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിനകത്ത് എവിടെയെന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാളിലും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മറ്റേ പേപ്പർ എടുത്ത് കളഞ്ഞിട്ട് ഇതും ഒട്ടിക്കാം. അതിൻ്റെ മാളിൽ മാളിങ്ങനെ ഒട്ടിച്ചു വെക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടച്ച നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടേപ്പ് നല്ല സ്ട്രോങ് ആണ്. ഇവിടെ ടേബിളിൽ വരെ ഒട്ടിപ്പിടിച്ച് സൈഡിൽ മറ്റേ പശയോളം ഞാൻ വെച്ചപ്പോൾ ടേബിളിൽ വരെ ഒട്ടിപ്പിടിച്ച് നല്ല പാടാണ് അത് എടുക്കാൻ. അപ്പോൾ ഇത് നല്ലോണം ഒട്ടിയിരിക്കണമെന്ന് തോന്നുന്നു. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ബാക്കിലും കൂടെ ഒന്ന് വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 സൈഡും. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ
ഈ ടേപ്പ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഇളവി വന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പൗച്ച് റെഡിയായി. ഇപ്പം കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടേ. അപ്പം അതിന് ഞാൻ ഒരു കുറോമി സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത്. ഈ കുറോമി സ്റ്റിക്കർ ഇത് സ്കൂളിലോട്ട് കൊണ്ടുപോകാനൊക്കെ ആയതുകൊണ്ട് ഒരു ബുക്കൊക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കുറോമിയാണ് ഞാൻ എടുത്തത്. അപ്പം നമുക്കത് ഇവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇച്ചിരി ചെറുതായിരുന്നു, ഞാനത് ഇങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കണേ. അപ്പം ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇളക്കി കൊടുക്കുക. ഇച്ചിരി പാടാം. ഓക്കെ, നമ്മൾ ഇളക്കി. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കുറോമി ഇതിൻ്റെ സ്റ്റിക്കർ ഉപയോഗിക്കണത്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനത് ഇളക്കിയിട്ട് ഇവിടെ ഒട്ടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിവിടെ ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് ഞാൻ ഇവിടെ ഒട്ടിച്ച് ഇച്ചിരി കൂടെ ഇളക്കി പൊക്കി ഒട്ടിച്ച് എന്നാലും നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് നല്ലതൊക്കെ പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. ഇതിനകത്ത് ആവശ്യമുള്ള പേനയും പെൻസിലൊക്കെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇത് ഇളക്കാം, തോൽക്കാം. ഉള്ള പേനയും പെൻസിലൊക്കെ ഇതിനകത്ത് കയറ്റി വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും പേനയും പെൻസിൽ. അപ്പം നമ്മുടെ ബ്യൂട്ടിഫുൾ ട്രാൻസ്പെറൻറ്റ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ പൗച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമുണ്ട്. സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റും. ഇത്രയും പേനയും പെൻസിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.